ഒരു കാലത്തെ വൻ ഹിറ്റായ സിനിമയാണ് പുലിവാൽ കല്യാണം. ഇന്നും ടിവിയിലും മൊബൈൽ ഫോണിലുമൊക്കെ ആളുകൾക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ഈ സിനിമയിലെ പല രംഗങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പല വാചകങ്ങളും ഈ സിനിമയിലേത് ആണ് മലയാളികളുടേത്. അപ്പോ പല ഇടങ്ങളിലും പല സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഇതിലെ പല ഡയലോഗുകളും കടന്നു വരാറുണ്ട്, പല രംഗങ്ങളും കടന്നു വരാറുണ്ട്, പല കഥാപാത്രങ്ങളും കടന്നു വരാറുണ്ട്. അപ്പോ ഈ ഒരു സംഭവത്തിൽ അർജുന്റെ വിഷയത്തിൽ ഹരിശ്രീ അശോകനും ജയസൂര്യയും പോയിരുന്ന ബൈക്ക് ഒരു കാറിൽ ഇടിക്കുന്നു, കാവ്യ മാധവന്റെ വണ്ടിയിൽ ഇടിക്കുന്നു. അതിൽ നിന്ന് ഒരാൾ തെറിച്ചു വീഴുന്നു, മറ്റാളെ കാണുന്നില്ല. അയാൾ വണ്ടി എടുത്ത് പോവുകയാണ് കാവ്യ മാധവനെ പിന്തുടരാനായിട്ട്. ഇതറിയാത്ത ഹരിശ്രീ അശോകൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ സുഹൃത്ത് നഷ്ടപ്പെട്ടു എന്നും വെള്ളത്തിൽ അകപ്പെട്ട സുഹൃത്തിനെ കണ്ടെത്താൻ എന്താണ് വഴിയെന്നും അന്വേഷിക്കുന്നു. ഈ സമയം സലീം കുമാർ അവിടേക്ക് കടന്നു വരുന്നു. അതിനുശേഷം അവിടേക്ക് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നു, അന്വേഷണമാവുന്നു. അങ്ങനെ കുറെ സമയം കടന്നു പോകുന്നു. അവസാനം അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലാക്കുന്നത് ജയസൂര്യയുടെ കഥാപാത്രം വെള്ളത്തിൽ പോയിട്ടില്ല. അദ്ദേഹം വണ്ടി ഇടിച്ചപ്പോൾ വേറെ എവിടേക്കോ തെന്നി വീണ് അവിടെ നിന്ന് ആള് മാറിപ്പോയിരുന്നു. അപ്പോ ഈ ഒരു രീതിയിൽ നമ്മുടെ അർജുൻ ആ സംഭവത്തിന്റെ സമയത്ത് ട്രക്കിൽ നിന്ന് തെറിച്ചു പോവുകയും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയും, എന്നാൽ ബോധം നഷ്ടപ്പെട്ട അർജുനെ അവിടെയുള്ള ആരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ചില ആദിവാസികൾ അതുപോലുള്ള ആളുകളുടെ അരികിലേക്ക് എത്തിപ്പെടുകയും ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അർജുനെ തിരിച്ച് ബോധത്തോട് തന്നെ തിരിച്ചു കിട്ടുകയും ആ ഒരു രംഗത്തിൽ ഇത് കൺഗ്രാജുലേഷൻ അർജുൻ, ഇത് നിങ്ങളുടെ രണ്ടാം ജന്മമാണ് എന്ന് നമുക്ക് പറയാൻ എല്ലാ മലയാളികൾക്കും അദ്ദേഹത്തിന് ഹസ്താരവം നൽകിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണെങ്കിൽ എത്ര സന്തോഷം നൽകുന്ന മുഹൂർത്തമായിരിക്കും. കാരണം 10 ദിവസത്തോളം അടുത്തായി കഴിഞ്ഞു. ഇനി അർജുനെ തിരിച്ചു കിട്ടുമ്പോൾ ഏതവസ്ഥയിലായിരിക്കുമെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇതുപോലൊരു സംഭവം, അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു മിറാക്കിൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മലയാളിയുടെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ഒരു ജീവൻ രക്ഷപ്പെടുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ആണ് സമാധാനവും ഇഷ്ടവും സന്തോഷവും വരിക. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അങ്ങനെയല്ല. ഏതൊരു മലയാളിക്കും സന്തോഷിക്കാനും ഒരുപാട് പ്രാർത്ഥിക്കാനുമുള്ള ഒരു കാരണമായിട്ട് അർജുൻ മാറിയിട്ടുണ്ട്. അർജുന്റെ ജീവനോടെയുള്ള തിരിച്ചുവരവാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. ഓരോ ബസ്സിലെ യാത്രയിൽ പോലും പലരും മൊബൈൽ ഫോൺ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ അർജുനെ തിരിച്ചു കിട്ടി എന്ന വാർത്ത കേൾക്കാനായിട്ട് ഓരോ വാർത്തയും നിരീക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുറ്റുപാടുമുള്ള നമ്മുടെ മലയാളി സമൂഹം എത്രത്തോളം അർജുനെ സ്നേഹിക്കുന്നുവെന്ന്, അവരുടെ മനസ്സിലെ എത്രത്തോളം ഇത് തിരിച്ചു കിട്ടിയോ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൂടെ, നമ്മളിലൂടെ തന്നെ. കാരണം എവിടെ പോയാലും അർജുനുമായുള്ള വാർത്തയാണ്. ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിലും അതിന്റെ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള അന്വേഷണമാണ്. ലൈവുമായി ഓരോ ചാനലുകൾ പുറത്തേക്ക് വരുമ്പോഴും അവരുടെ വാർത്തകളിൽ എവിടെയെങ്കിലും അർജുനെ കണ്ടെത്തി ജീവനോടെ എന്നുള്ളതും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെയാണ് എന്നതും അറിയാനുള്ള ആഗ്രഹത്തിലാണ് ഓരോ മലയാളിയും. അങ്ങനെ ആഗ്രഹിക്കുന്നതിനിടയിൽ പല വാർത്തകളും വന്നുകൊണ്ടിരുന്നു. ഓരോ വാർത്തയിലും ജനങ്ങൾ ആഗ്രഹിച്ച ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇനി അടുത്തെത്തി കഴിഞ്ഞു എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ പല മലയാളികളും ഇപ്പോഴേ ചിന്തിച്ചിട്ടുണ്ടാവും പുലിവാൽ കല്യാണത്തിലെ ആ രംഗം. അതുപോലെ അർജുന് നമുക്ക് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ സാധിക്കണം. നാട് മുഴുവൻ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകണം. ഇനി ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് തന്നെ പറയാം. എത്രയൊക്കെ കഷ്ടപ്പെടുത്തിയാലും ആ കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ട്. അദ്ദേഹം ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു മിറാക്കിളാണ്. ആ മിറാക്കിളിനെ പലരും ദൈവത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മാറ്റിവെക്കാം. പക്ഷേ ഓരോ മനുഷ്യനും, എത്തിസ്റ്റ് ആണെങ്കിലും ഏത് വിശ്വാസിയാണെങ്കിലും ഒരു നിമിഷം പോലും അറിയാതെ ദൈവത്തിനെ വിളിച്ചു പോവും. പ്രപഞ്ചനാഥൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ
ഞങ്ങളുടെ അർജുനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഓരോ മലയാളിയും അവനറിയാവുന്ന ഏത് ഭാഷയിലും ഏത് വിധേന അറിയുന്ന ദൈവങ്ങളെയും വിളിച്ചു പോയിട്ടുണ്ടാവും. അതല്ല വിശ്വാസിയല്ലെങ്കിൽ ഈ പ്രകൃതിയോട് ഒരു നിമിഷമെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് തിരിച്ചു തരുമോ ഞങ്ങളുടെ അർജുനെ? അത് ദൈവത്തിന്റെ ആയാലും പ്രകൃതിയുടെ ആയാലും ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾ കണ്ടോളാമെന്ന് ഓരോ മനുഷ്യനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു രംഗം മാത്രമാണ്. അർജുൻ ഈ അകപ്പെട്ട വാർത്ത കേട്ടത് മുതൽ എൻ്റെ മനസ്സിൽ വന്നിരുന്നത് ഈ ഒരു സിനിമയിലെ രംഗമാണ്. തമാശയാണ്, അവർ നർമ്മമാണ് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തിലെങ്കിലും ആ രംഗത്തിന് ഇതുപോലെ ആശ്വാസമാകാനും ഒരു നിമിഷം മനസ്സിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി, എല്ലാ ടെൻഷനും മാറ്റി ഒന്ന് ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനും ആ രംഗത്തിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വ്യക്തിയും മനസ്സിൽ പറയുന്നുണ്ട് അർജുൻ വാ, അർജുൻ വാ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ കാര്യം നടന്നു പോകട്ടെ. ഇന്ത്യയുടെ ഏറ്റവും ഒരു വലിയൊരു എമൗണ്ട് തന്നെ ഇതിന് അർജുനെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ് എന്നതിനപ്പുറം ഓരോ മലയാളിയും അവന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതിപ്പോ ഗവൺമെന്റിന് പണം ഇറക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കിക്കോളാം എന്ന് പറയുന്ന ജനങ്ങളുണ്ട്. അതുപോലെ സഹായത്തിന് എന്ത് സഹായം വേണമെങ്കിലും കൊടുക്കാമെന്നോ. അപ്പം പലരും പറയാറുള്ളത് ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിക്കില്ല. കാരണം കേരളത്തിൽ അത്രയും ഞങ്ങൾ എല്ലാവരും ഇറങ്ങും, ഞങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവിടുത്തെ കാലാവസ്ഥ അവിടെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു രംഗമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരുമിച്ച് പ്രതീക്ഷയോടെ ഇരിക്കാം. നമ്മുടെ അർജുൻ പൂർണ്ണ ആരോഗ്യത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് നടന്നു വരുന്ന ആ കാഴ്ച കാണാനായിട്ട്, അത് വാർത്തയിലൂടെ കാണുമ്പോൾ ചെറിയ സ്ക്രീനിലൂടെ ആയാലും ചെറിയ മൊബൈൽ സ്ക്രീനിലൂടെ ആണെങ്കിലും TV-യിലൂടെ ആണെങ്കിലും അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തിയൊക്കെയുണ്ട്. ആ ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാ മലയാളികളും ഇരിക്കുന്നത്.